കൊണ്ട് പറയുന്നത് മഞ്ജുപിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10 15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല. എവിടെ കാണണം നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ. അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങൾ. കണ്ടവന്മാർ കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോ അടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി. എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പം മലക്കി വെക്കണം, ബുക്കുകൾ അടുക്കി വെക്കണം, വീട് തൂക്കണം, അമ്മാവനോ അമ്മായിയോ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്നെടുത്ത് കൊടുക്കണം. ഒരു കാര്യം ചെയ്യണം, എനിക്ക് കുളിക്കണം, ചൂടുവെള്ളം എടുത്ത് കുളിച്ചാൽ കുറച്ച് കംഫർട്ട് കിട്ടും. പക്ഷെ അതിനുള്ള സമയമില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം. അപ്പോഴും ഭർത്താവ് വരും, വാ നമുക്കൊന്ന് കളിക്കാം. ഇതിലൊക്കെ വലിയ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു കോണ്ടന്റ് ചെയ്യുന്ന വ്യക്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല. ഇത്രയും വൃത്തികെട്ട രീതിയിൽ സ്ത്രീകളെ പോർട്രേ ചെയ്ത് സംസാരിക്കുന്ന വ്യക്തി ഷഫീന ബീവി. കഴിഞ്ഞ ദിവസം മഞ്ജുപിള്ളയുടെ മോൾ ദയനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടു. ഞാൻ ആദ്യം ഷോർട്ട് ക്ലിപ്സ് ആണ് കണ്ടത്. ആൻഡ് ഇന്നാണ് എനിക്ക് ആ വീഡിയോ ഫുൾ ആയിട്ട് കാണാനുള്ള ഒരു ടൈം കിട്ടിയത്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താണെന്നറിയോ, ഈ തള്ളേൻ എന്റെ കൺമുമ്പിൽ കണ്ടിരുന്നെങ്കിൽ ഞാൻ വലിച്ചു കീറിയത്. അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് ഇവര് ആ വ്യക്തിനെ പോർട്രേ ചെയ്തേക്കുന്നത്. അതിന്റെ ആവശ്യം എന്താണ്? ഇവർ അതിനകത്ത് പറയുന്ന കുറച്ച് കോണ്ടന്റുകളുണ്ട്. ഫെമിനിസം, പണ്ട് നടന്ന മാറുമറയ്ക്കൽ സമരം, സെക്ഷൽ ലൈഫ്, ഇതിനെപ്പറ്റി ഒന്നും വിവരം, ഇത് കുറച്ച് പണ്ടെങ്ങോ ബുക്കി പഠിച്ച കുറെ സമരങ്ങൾ മാത്രം വെച്ചല്ല ഒരു കോണ്ടന്റിനെ പറ്റി സംസാരിക്കാനുള്ളത്. അതില് അവര് സെക്ഷൽ ലൈഫിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലൈക്ക് വളരെ പ്രൈവറ്റ് ആയിട്ട് വളരെ റെസ്പെക്ട് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം. അതിൽ അവർ വളരെ വൃത്തികെട്ട ഒരു ടേം യൂസ് ചെയ്ത് വരെ അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ട് ആണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇത് പോർട്രേ ചെയ്ത് സംസാരിക്കാനായിട്ട് നിങ്ങളൊരു സ്ത്രീയല്ലേ? ഈ പറയുന്ന പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്, അത്രയങ്ങ് മുട്ടി നിൽക്കുകയാണെങ്കിൽ അവള് പുറത്തിറങ്ങട്ടെ, ആളുകൾ പിടിക്കട്ടെ, ആണുങ്ങൾ പിടിക്കട്ടെ. എന്റെ നാട്ടിലും എനിക്കറിയാവുന്ന ആണുങ്ങളൊന്നും ഇതുപോലെ പെൺകുട്ടികൾ പുറത്തിറങ്ങി നടന്ന ഉടനെ പിടിക്കാൻ നിൽക്കുന്നതല്ല. നിങ്ങളുടെ വീട്ടിലുള്ള ആണുങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ അതൊന്നും നമുക്കറിയുന്ന കാര്യമല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് നാട്ടിലുള്ള എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ്, പെണ്ണുങ്ങൾ ഈ പറയുന്നത് പോലെ കുറച്ച് എക്സ്പോസ് ചെയ്ത് വസ്ത്രം ധരിച്ച ഉടനെ കയറി പിടിക്കും എന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. പിന്നെ നിങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങളാണ് ഫസ്റ്റ് നാട്ടിൽ സൈക്കിൾ ഓടിച്ചത്, ഫസ്റ്റ് ചുരിദാർ ഇട്ടത്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങളുടെ അമ്മയ്ക്കാണ് ആദ്യമായിട്ട് ജോലി കിട്ടിയത്. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വിവരമില്ല. എന്താണെന്നറിയോ? നിങ്ങൾക്ക് വിവരം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രിയും മോഡലിങ്ങിനെ പറ്റിയും വ്യക്തമായി ധാരണ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ഫോട്ടോ റിയാക്ട് ചെയ്യത്തില്ലായിരുന്നു. ആ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തു, അതൊരു മോഡലിംഗിന്റെ പാർട്ടാണ്. അതിന് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ മോഡലിംഗ് ഫീൽഡിലുള്ള ആൾക്കാരുടെയും പ്രൊഫൈൽ എടുത്തു വെച്ച് നീ തുണിയില്ലാതെ നിൽക്കുന്നു, നിന്റെ വീട്ടുകാർ മറ്റതാണ്, നിന്റെ തന്ത എങ്ങനെയാണോ, നിന്റെ തള്ള എങ്ങനെയാണോ, നിങ്ങൾക്ക് അതിനെ സമയം കാണത്തുള്ളൂ. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒത്തിരി നല്ല സ്ത്രീകൾ കാണും, മനസ്സിലായില്ലേ? നിങ്ങൾ അത്യാവശ്യം നല്ല പ്രായം കാണുമല്ലോ. അപ്പൊ ഈ പ്രായത്തിലുള്ള നിങ്ങളുടെ സ്ത്രീകൾ ഈ പറയുന്നത് പോലെ റിലീജിയസ് ആയിട്ട് ഖുർആനൊക്കെ വായിച്ചിരിക്കുന്നവരൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് പറ്റിയ പണി അതാണ്. നിങ്ങൾ ദേവി ഇത് ബാക്കിയുള്ളവരെ പുറത്തോട്ട് വന്നിരുന്നിട്ട് ഈ പറയുന്നത് പോലെ അപരാധം പറയാനായിട്ട് നിൽക്കരുത്. വെറുതെ എന്തിനാ വീട്ടിൽ ഇരിക്കുന്നവരെ ചീത്തവിളി നിങ്ങൾ കേൾപ്പിക്കുന്നത്? ലൈക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരിച്ചിരിക്കുന്ന സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാന്താണോ? നിങ്ങൾക്ക് വിവരമില്ലായ്മയാണോ? ദയവ് ചെയ്ത് നിങ്ങളിത് നിർത്തിപ്പോണം, അല്ലെങ്കിൽ നിങ്ങളെ നാട്ടുകാരെല്ലാവരും കൂടെ അടിച്ചു കൊല്ലും എന്നാ തോന്നുന്നത്.